ഈ കാണുന്ന ആ ഒരു ചെടി കാണാല്ലേ, ആ കാണുന്ന ആ ചെടി തകര എന്നൊരു ചെടിയാണ്. ചീര ഒക്കെ പോലെ തന്നെ നമ്മൾ ഉപ്പേരി വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. ഇത് എങ്ങനെ ഇവിടെ ഉണ്ടായി എന്നൊരു പിടുത്തമില്ല. അത്യാവശ്യം കുറെ കൂടുതലുണ്ട്, പണ്ടൊക്കെ കഴിച്ചിരുന്ന. ഓക്കെ, ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ബിഗ് ബോസ് റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് രാവിലെ പല്ലും തേക്കാതെ തലയെക്കെട്ടും കെട്ടി വന്നിട്ട് നിങ്ങളെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസിൽ ഇന്നലെ രാത്രി 12 മണി മുതൽ 1 മണി വരെ ഹോട്ട്സ്റ്റാറിലായിരുന്നു പരിപാടി നടന്നിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സത്യം പറയട്ടെ, രഞ്ജിനി ഹരിദാസ്, അതുപോലെ തന്നെ അഖിൽ മാരാറ്, പിന്നെ നമ്മുടെ എല്ലാവരുടെയും പൊന്നാമന പുത്ര റിയാസ് സലീം, ഇവർ 3 പേരാണ് ജഡ്ജസ് ആയിട്ട് ഇരിക്കുന്നത്. ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലുള്ള തല്ലും വെക്കാനൊക്കെ കാണുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കുന്നുണ്ട്. ബിഗ് ബോസ് പറഞ്ഞ രീതിയിൽ ചെയ്യുന്നതാകാം. എന്തായാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കുറച്ചൊരു ഇതായിട്ട് തോന്നിയിട്ടുള്ളത്. പൂജ എന്ന ഒരു പെൺകുട്ടി, ആ ഒരു പെൺകുട്ടിയാണ് ആദ്യം ബിഗ് ബോസിൽ ഈ ഒരു സീസണിൽ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ കോമണേഴ്സിൽ കുറച്ച് ഉയർന്നു നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അവർക്കൊരു ചാൻസ് കിട്ടുകയാണ്. അവരെ ചതിക്കുന്ന ഒരു കോണ്ടസ്റ്റന്റ് വരുന്നു. ആ ഒരു ചതി കാരണം അവർക്ക് മുന്നോട്ട് കയറാൻ കഴിയുന്നു, കൂടുതൽ ശ്രദ്ധ ആകർഷിക്കാൻ കഴിയുന്നു. ഇന്നത്തെ എപ്പിസോഡ് വരുമ്പോൾ നിങ്ങൾ കണ്ടോളി, അപ്പം അറിയാന്നുള്ളതാണ്. ഓക്കെ, ഞാനേ ക്യാമറ എവിടെയെങ്കിലും വെക്കട്ടെ. അപ്പം നമ്മുടെ സമ്മറണ്ണൻ വളരെ കൃത്യമായിട്ട് ഫോട്ടോ സഹിതം തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഫോട്ടോ സഹിതമൊക്കെ പുറത്തു വിടുന്ന സമയത്തേ അതിന് കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെയാണ് അടിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ആ എപ്പിസോഡിന്റെ കുറച്ച് ഭാഗം സമ്മറണ്ണം പറയും, എന്നിട്ട് നമുക്ക് കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയുടെ ആദ്യത്തെ എപ്പിസോഡ് ഇന്നലെ രാത്രി തന്നെ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ എല്ലാവരും ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് കാണാൻ നോക്കുക, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാണാൻ ശ്രമിക്കുക. കാരണം അഗ്നിപരീക്ഷ കാണേണ്ടത് വളരെ ആവശ്യമാണ്. ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരോടാണ് കേട്ടോ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അഗ്നിപരീക്ഷയിൽ നിന്ന് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തുടർന്നുള്ള സീസൺ 8ലും കണക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കണക്ട് ചെയ്ത് വരാനുള്ള സാധ്യതകളുണ്ട്. സോ അതുകൊണ്ട് അഗ്നിപരീക്ഷ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇനി എപ്പിസോഡ് വളരെ ചുരുക്കി നമുക്ക് പറയാം. അതായത് 40 കണ്ടസ്റ്റൻസ് വരുന്നു. ആദ്യം ഒരു ടാസ്ക് ആണ് കൊടുക്കുന്നത്. ആദ്യമായിട്ട് കണ്ടസ്റ്റൻസ് ഒരു ടാസ്ക് കൊടുക്കുന്നു. ഒരു പൂട്ടും താക്കോലും കൊടുക്കുന്ന ഒരു ടാസ്ക് ആണ്. എന്ന് വെച്ചാൽ താക്കോൽ എടുത്ത് കാണും, പൂട്ട് വേറെ എടുത്ത് കാണും. അതിനകത്ത് കുറച്ച് ക്ലൂസ്, താക്കോലിലും ഒരു ക്ലൂ കാണും, പൂട്ടുകളിലും ഓരോ ക്ലൂകൾ കാണും. സോ 20 താക്കോലും 20 പൂട്ടുമാണുള്ളത്. ഇത് കളക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ജോലി. 20 പേര് ആ ടാസ്കിൽ ജയിക്കുള്ളൂ. സോ താക്കോൽ കളക്ട് ചെയ്യുക, അതിലുള്ള ക്ലൂ മനസ്സിലാക്കിയിട്ട് ഏതാണ് പൂട്ടെന്ന് തിരിച്ചറിഞ്ഞ് തുറക്കണം. സോ അങ്ങനെ ആദ്യം എടുക്കുന്ന 20 പേരായിരിക്കും ടാസ്കിൽ ജയിക്കുക. ഈ ഒരു ടാസ്കിൽ ജയിച്ച 20 പേരാണ് ആദ്യത്തെ എപ്പിസോഡിൽ, അവരെയാണ് നമ്മൾ മറ്റുള്ള ആക്ടിവിറ്റീസിൽ കാണാൻ കഴിയുന്നത്. കാരണം ജയിച്ച 20 പേരുമായിട്ട് നമ്മുടെ അവതാരകയായിട്ടുള്ള റനീഷ സ്റ്റേജിലേക്ക് പോവാണ്. അപ്പോൾ ബാക്കി 20 പേരുടെ കാര്യം പിന്നെ പറയാമെന്നാണ് പറയുന്നത്. എന്തായാലും എപ്പിസോഡ് അവസാനിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അവരെ കുറിച്ച് അടുത്ത എപ്പിസോഡിൽ അവർക്ക് ഒരു അവസരം കൂടി കൊടുക്കും. സോ ജയിച്ച 20 പേര്, ആ ജയിച്ച 20 പേരെ 3 ടീമിലായിട്ട് മാറ്റുന്നുണ്ട്. 3 ടീം എന്ന് പറയുമ്പോൾ നമ്മുടെ അഖിൽ മാരാറിന് ഒരു ടീം, നമ്മുടെ റിയാസിന് ഒരു ടീം, രഞ്ജിനിക്ക് ഒരു ടീം. അവർക്ക് തന്നെ ടീം അംഗങ്ങളെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. സോ ആ സമയത്താണ് നമ്മൾ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള 20 പേരെ പരിചയപ്പെടുന്നത്. മറ്റ് 20 പേര് ആരാണെന്ന് നമുക്കറിയില്ല, അടുത്ത എപ്പിസോഡ് അറിയാം. റിയാസിന്റെ ടീമിൽ ഷിബിന, പൂജ, അഭിറാം, അതുപോലെ നഷ പാലത്തിങ്കൽ, അസിയ, അതുപോലെ ഒരു അനഘ, പിന്നെ പ്രണവ്, ഇത്രയും പേരാണ് റിയാസിന്റെ ടീമിൽ വരുന്നത്. രഞ്ജിനിയുടെ ടീമിൽ ആരാധ്യ, അതുപോലെ ഷബീറ, പാർവതി, അമൃത, വർഷ, നയന, രചന എന്നിവരാണ് വരുന്നത്. അഖിലിന്റെ ടീമിൽ ബിജു തോമസ്. പിന്നെ ഇനി ഇളിമ്പിയായ ഒരു കഥാപാത്രത്തെ കൂടി പറയാം. അതായത് വർഷ അന്ന വിജി ഒരു സിംഗറാണ്, ആലപ്പുഴയിൽ നിന്ന് വന്നതാണ്. അവരോട് രഞ്ജിനി ഹരിദാസ് ഒരു ചോദ്യം ചോദിച്ചേ. അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എക്സ് കണ്ടസ്റ്റന്റിനെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് രഞ്ജിനി ഹരിദാസ് എന്ന്. ഉടനെ തന്നെ രഞ്ജിനി ഹരിദാസും റിയാസ് സലീമും ഒക്കെ ചേർന്നുകൊണ്ട് അതാണ് പൊളിച്ചടക്കി. അവർ നിലവിൽ അവിടെ എഴുതി കൊടുത്തിരുന്നത് പേളിമാണിയെ കുറിച്ചായിരുന്നു. പേളിമാണിക്ക് ഇപ്പം നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ പേരൊന്ന് മാറ്റി പറഞ്ഞ് ആകെ ഇളിമ്പിയ എന്നുള്ളത്. പിന്നെ ഒരു അനഘ എന്ന് പറയുന്ന പെൺകുട്ടിയുണ്ട്. ഈ അനഘയോട് ചോദിക്കുന്ന ഒരു ചോദ്യം, റിയാസ് സലീം ചോദിക്കുന്ന ചോദ്യമാണ്, അഖിൽമാരാറിന് ഇഷ്ടമല്ലാത്ത ആളുകളൊക്കെ എൻ്റെ കൂടെ കൂടാൻ പറയും. അങ്ങനെ ആ പെൺകുട്ടി ഒന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, അഖിൽമാരാറിൻ്റെ രാഷ്ട്രീയം എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു, അല്ല എന്നുള്ളത്. പക്ഷെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് കോണ്ടസ്റ്റന്റ് അഖിൽമാരാറാണ്. എന്നോട് ചോദിച്ചാലും ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബിഗ് ബോസ് കോണ്ടസ്റ്റന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അഖിൽമാരാറെന്ന് പറയേണ്ടി വരും. നല്ല അടിപൊളി മഴ വരുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ പല്ലും തേക്കാത്തതുകൊണ്ടേ ഹൃദയം മൈക്കണ്ട് ഊരിയിട്ട് കുളിയാണെങ്കിൽ എളുപ്പമായിരുന്നു. ഓക്കെ, അപ്പോൾ 40 കണ്ടസ്റ്റൻ്റ് ആണ് മൊത്തം സാധാരണക്കാരായ ആളുകൾ ബിഗ് ബോസിലേക്ക് വരുന്നത്. അതിൽ 20 പേരെ സെലക്ട് ചെയ്യുന്നു. ആ 20 പേരിൽ വീണ്ടും ഫിൽട്ടർ ചെയ്തിട്ട് 6, 6, 7 എന്ന രീതിയിൽ വീണ്ടും 3 ടീമാക്കി മാറ്റുന്നു. ആ 3 ടീമിൽ നിന്നും ജയിച്ച 3 കണ്ടസ്റ്റൻസിനെ മാറ്റി നിർത്തുന്നു. ബാക്കിയുള്ള എല്ലാവരും കുറച്ച് ചൂടുവെള്ളത്തിൽ ഇറങ്ങേണ്ടി വരും. അഗ്നിപരീക്ഷയ്ക്ക് വീണ്ടും മുതിരേണ്ടി വരും എന്നുള്ളതാണ്. എന്തായാലും എല്ലാ രാത്രിയും രാത്രി 12-നും 1 മണിക്കിടയിൽ ഹോട്ട്സ്റ്റാറിലാണ് ഇതിൻ്റെ ലൈവ് നടക്കുന്നത്. ലൈവല്ല, ആ പരിപാടി നടക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് പിന്നെ ടി വിയിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അപ്ഡേഷൻസിന് വേണ്ടി കൂടെ ഇരിക്കുക. ഉറങ്ങിപ്പോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ സമ്മർ മീഡിയ പോലെ ചെയ്തേനെ. തിരുമ്പുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും വരാം. സുലാം.